ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് ഇനി ബ്രഹ്മദത്തനും. ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കാൻ തന്ത്രി കണ്ഠേര് രാജീവർക്കൊപ്പം മകൻ ബ്രഹ്മദത്തനും ഇന്നലെ സന്നിധാനത്തെത്തി. ചിങ്ങമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് നടത്തുവന്നപ്പോൾ ബ്രഹ്മദത്തനും സോപാനത്തുണ്ടായിരുന്നു. തന്ത്രി കണ്ഠേര് മോഹനരുടെ മകൻ കണ്ഠേര് മഹേഷ് മോഹനരും കണ്ഠേര് രാജീവരരുടെ മകൻ ബ്രഹ്മദത്തനുമാണ് താഴമൺ കുടുംബത്തിലെ ഇളമുറക്കാർ. ഇരുവരും ഒരുമിച്ചാണ് താന്ത്രിക വിദ്യകൾ പഠിച്ചതെങ്കിലും കണ്ഠേര് മഹേഷ് മോഹനരാണ് ശബരിമലയിൽ ആദ്യം താന്ത്രിക പൂജകൾക്കായി എത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ അതുപോലെ ചെയ്യുന്നു, കർമ്മങ്ങളെല്ലാം എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നു. എല്ലാം അതെല്ലാം ക്വിറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഇപ്പൊ ഇനി ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ പൂജകൾ ജൂലൈ നിർമ്മിച്ചൊരു അവസാനം ഉണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു. അതെ അതെ അതെ. ഇതിനു മുമ്പും ഞാൻ 2013 ഭുജപ്രതിഷ്ഠയ്ക്ക് അച്ഛന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ഇപ്പോ ആദ്യമായിട്ടല്ല, ഇതിപ്പോ എന്താ പറയണ്ടേ, ഒരു ഇൻചാർജ് എന്ന നിലയിൽ വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെയും വ്യാപകമായിട്ട് എല്ലാ പൂജകളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അച്ഛനും കൂടെ വരും. രാവിലത്തെ പൂജ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്തിട്ടായിരിക്കും കൂടുതലായിട്ടുണ്ട്. ഇന്ന് മുതലാണോ തന്ത്രിയുടെ ചുമതലയിലേക്ക്? അങ്ങനെയാണോ? ഇത് ചുമ്മാ അന്നും അങ്ങനെയായിരുന്നു. ഈ പറഞ്ഞ പോലെ വിതർമില്ലെന്ന് പറഞ്ഞാൽ അച്ഛനും കൂടെ വരുമ്പോൾ ഉള്ളത്. പക്ഷെ ഇപ്പോ ഒന്ന് കുറച്ച് സജീവമായിട്ട് ഇനി ഫുൾ ടൈം ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും ചോദിക്കുമ്പോൾ തന്ത്രി ആയിട്ട് ഞങ്ങൾ പറയേണ്ടത് ഇനിയിപ്പോ തിരുമയുടെ പേരാണോന്നാ ചോദിക്കുന്നത്. ഏയ് അല്ല, ഞാൻ പറയണ്ട. അച്ഛനുള്ളപ്പോ ഞാൻ എപ്പോഴും ആ ഒരു പടി പുറകെ നിൽക്കാനാണ് എന്റെ ആഗ്രഹം. അച്ഛൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ വൈഫുകളും അച്ഛൻ്റെ അങ്ങോട്ടാണ് പോകേണ്ടത്. മുത്തച്ഛൻ കണ്ഠേര് മഹേശ്വരരെ പൂജകളിൽ സഹായിക്കാനായിരുന്നു എത്തിയത്. മഹേശ്വരർ പ്രായാധിക്യത്തിന്റെ അവശതകളിലായതോടെ 2015 22ാമത്തെ വയസ്സിൽ മഹേഷ് മോഹനർ താന്ത്രിക ചുമതലകൾ ഏറ്റെടുത്തു. ചെന്നൈ മൈലാപ്പൂർ കോളേജിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ മഹേഷ് മോഹനർ കോഴിക്കോട് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശിക്ഷണത്തിലാണ് പൂജാവിധികൾ പഠിച്ചത്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ ബ്രഹ്മദത്തൻ അന്താരാഷ്ട്ര കമ്പനിയായ ഡെലോയിറ്റിന്റെ ലീഗൽ വിഭാഗത്തിലെ ജോലി രാജിവെച്ചാണ് താന്ത്രിക ചുമതലകൾ നിർവഹിക്കാനെത്തിയത്. 2023 കർക്കടക മാസത്തിൽ ബ്രഹ്മദത്തൻ ശബരിമലയിൽ പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നു. കൃഷ്ണരുടെ പിൻഗാമിയായി മകൻ രാജീവരെത്തി. നീലകണ്ഠർക്ക് ആൺകുട്ടികളില്ലാത്തതിനാൽ താന്ത്രിക അവകാശം നഷ്ടപ്പെട്ടു. മഹേശ്വരയുടെ പിൻഗാമിയായി മോഹനരും തന്ത്രിയായി. മോഹനർക്ക് പകരമാണ് മകൻ മഹേഷ് മോഹനർ ചുമതലയേറ്റത്. ബ്രഹ്മദത്തൻ കൂടി എത്തിയതോടെ ശബരിമല താന്ത്രിക പരമ്പരയിലെ തലമുറമാറ്റം പൂർണ്ണമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.